എനിക്ക് ജയിക്കണമെന്ന് കരുതിയതാ. എന്നിട്ട് ഞാൻ തോറ്റുപോയില്ലേ, തകർന്നു പോയില്ലേ? പോകാനല്ലേ പറഞ്ഞേ? എനിക്ക് ആരെയും കാണണ്ട. നിങ്ങളാണ് കണ്ണേട്ടന്റെ അച്ഛനെ കൊന്നത്. കണ്ണേട്ടനെ വീൽ ചെയറിലാക്കിയത് നിങ്ങളാ. എന്താ മറുപടി ഇല്ലേ നിങ്ങൾക്ക്? ഒന്നും പറയണ്ടെന്ന് കരുതിയതാ, പക്ഷെ അങ്ങേര് പറയിപ്പിച്ചു. അതുപോലെ ഇനി കണ്ണേട്ടനോട് എന്തെങ്കിലും ആ സത്യം തുറന്നു പറയേണ്ടി വന്നാ അതോടെ അയാളുടെ ജീവിതം പിന്നെ ജയിലിനകത്തായിരിക്കും. ആഹാ, ആരാ ഇത് വന്നിരിക്കുന്നേ? വാ, കേറി വാ. നല്ല വാർത്തയും കൊണ്ടല്ല വന്നിരിക്കുന്നേ. പോയി സീമന്തിനി, എന്റെ മോളുടെ കുഞ്ഞു പോയി. ഉണ്ണി എന്നെ വിളിച്ചിരുന്നു കുറച്ചു മുമ്പ്. മഹാലക്ഷ്മിയുടെ ഉള്ളിൽ ചെല്ലേണ്ട മരുന്ന് കരുണയുടെ ഉള്ളിലാ പോയത്. അതെങ്ങനെ സംഭവിച്ചു? മോഹിനിയുടെ പിറന്നാൾ ദിവസം അവിടെ ഒരു സ്വാമി വന്നെന്നോ അയാള് പായസം മാറ്റിയെന്നൊക്കെ പറയുന്നത് കേട്ടു. ലക്ഷ്മിക്ക് അമ്മയാകാൻ പറ്റത്തില്ലല്ലോ സീമന്തിനി. അതുകൊണ്ട് അവൾ അങ്ങ് തീരുമാനിച്ചു എന്റെ മോളും അമ്മയാകണ്ടെന്ന്. എന്റെ അങ്കിളെ, നമ്മൾ ആണുങ്ങൾക്കൊന്നും ബുദ്ധിയില്ലാന്ന് പറഞ്ഞിട്ടാണല്ലോ കരുണയും അവളുടെ മുത്തശ്ശിയും കൂടെ ഇനി അങ്ങോട്ടെല്ലാം ചെയ്തോളാന്ന് പറഞ്ഞ് ഇറങ്ങി തിരിച്ചത്. എന്നിട്ടിപ്പോ എന്തായി? ഇനിയിപ്പോ അതേപ്പറ്റിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല മേഘ. നമ്മുടെ കാൽച്ചുവട്ടിലെ മണ്ണ് ഇളകി തുടങ്ങി. എന്റെ മോളുടെ കുഞ്ഞൂടെ പോയതോടെ ഞാനും അമ്മയും ആകെ തളർന്നിരിക്കുക. കുഞ്ഞു പോയ വിവരം കരുണ അറിഞ്ഞോ? അറിഞ്ഞു. മോളെ ഇനി ഏതെങ്കിലും ഭ്രാന്താശുപത്രിയിലേക്ക് കൊണ്ടുപോകേണ്ടി വരുമെന്നാ എന്റെ പേടി. മഹാലക്ഷ്മിയെ ജയിക്കാൻ കരുണയ്ക്കും ഉണ്ണിക്കും ആകെ ഉണ്ടായിരുന്ന സമ്പാദ്യം ആ കുഞ്ഞായിരുന്നു. അതിനെയാ ഇപ്പൊ അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്ന. വാമേട്ടൻ മുകളിലല്ലേ സീമന്തിനി? ആ ഉണ്ട്. വീൽ ചെയറിലിരുന്നോണ്ട് പിച്ചുമ്പയും പറഞ്ഞോണ്ടിരിക്കുക. ഞാനൊന്ന് വാമേട്ടനെ കണ്ടിട്ട് വരാം. വെറുതെ കണ്ണനും മഹാലക്ഷ്മിയായിട്ടൊന്നും മത്സരിക്കാൻ നിൽക്കാതെ അവരുമായിട്ടൊരു രമ്യതയിൽ പോയാൽ മതിയായിരുന്നു. എങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു. അമ്മയെ കുഞ്ഞിനെ നഷ്ടപ്പെട്ട കരുണ ഇനി വെറുതെ ഇരിക്കില്ല. അവളും മഹാലക്ഷ്മിയെ കരയിക്കാൻ വേണ്ടി ഇനി എന്തൊക്കെ ചെയ്യോ അതൊക്കെ ചെയ്തിരിക്കും. അതിനുവേണ്ടി നമ്മളെല്ലാവരും കൂടി ചൂട് പിടിപ്പിക്കാൻ വേണ്ടത്. ഇത്രയൊക്കെ ആയിട്ട് നിനക്ക് മതിയായില്ലേ മേഘ? അമ്മേ, ജോലിയും കൂലിയും ഇല്ലാതെ പഴയ ബാങ്ക് ബാലൻസ് ആയിട്ട് ജീവിക്കാൻ ഞാൻ. അങ്ങനെയുള്ള എനിക്ക് ഞാൻ ആഗ്രഹിച്ചതൊക്കെ വേണോ അമ്മേ? അത് കിട്ടുന്നവരെ ഞാൻ ഒന്നും നിർത്താൻ പോകുന്നില്ല. അമ്മേ, എന്റെ പെണ്ണിനെ വരെ എനിക്ക് നഷ്ടപ്പെട്ടത് അവള് കാരണോ? ആ മഹാലക്ഷ്മി. അതൊന്നും എനിക്ക് മറക്കാൻ പറ്റില്ല. എടോ പ്രതാപ, മഹാലക്ഷ്മിയും കണ്ണനെയും ഒക്കെ ഈ ഭൂമിന്ന് പറഞ്ഞു വിടണമെന്ന് എനിക്കും ഉണ്ടോ ആഗ്രഹം. പക്ഷേ അത് പറയാൻ എനിക്കിപ്പോ ഭയവാ. വേറൊന്നും കൊണ്ടല്ല. എന്റെ ജീവിതത്തില് മഹാലക്ഷ്മിയെ പോലെ ദിവ്യശക്തിയുള്ള ഒരു പെൺകുട്ടിയെ ഞാൻ കണ്ടിട്ടില്ല. ഇപ്പൊ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. പാൽപായസം കുടിച്ച മഹാലക്ഷ്മി ഇനി ഉണ്ടാവില്ലെന്നല്ലേ താനും തന്റെ അമ്മയും മോളും ഒക്കെ കരുതിയിരുന്നത്. എന്നിട്ട് എന്തായി? എന്തെങ്കിലും ഒന്ന് നടന്നോ? ഹോസ്പിറ്റലിൽ ഇരുന്നിട്ട് സഹിക്കാൻ പറ്റാത്തോണ്ടാ ഞാൻ ഇങ്ങോട്ടൊന്ന് വന്നേ. എടോ, തനിക്ക് കൈ നിറയെ കാശ് തന്നിട്ട്
ഞാൻ പറഞ്ഞു കണ്ണന്റെ അച്ഛനെ അങ്ങ് തീർത്തേക്കാൻ. താനത് വളരെ നിസ്സാരമായിട്ട് ചെയ്തു. അങ്ങനെയുള്ള നമുക്ക് മഹാലക്ഷ്മിയും കണ്ണനെയും എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടോ? അവിടെയാണ് അവൾ ഒരു സാധാരണ പെണ്ണല്ലെന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ദേ, ഞാൻ ഇങ്ങോട്ട് ഓടി വന്നത് അത് പറയാനാ വാമേട്ടാ. കണ്ണന്റെ അച്ഛന്റെ ആക്സിഡന്റിനെ പറ്റി പറയാൻ. എന്താടോ വാമേട്ടാ, അവൾ എല്ലാം അറിഞ്ഞു. എന്തറിഞ്ഞെന്ന്? അവക്ക് 4-5 വയസ്സുള്ളപ്പോഴായിരുന്നല്ലോ അവളെയും കൊണ്ടുപോയ ലോറി ഞാൻ കണ്ണന്റെ അച്ഛൻ ഓടിച്ചിരുന്ന ബൈക്കിൽ കൊണ്ടുപോയി ഇടിച്ചത്. അന്ന് അതിന് അവൾ സാക്ഷിയായിരുന്നില്ലേ? എന്നാ അവക്ക് മനസ്സിലായി വാമേട്ടാ, അന്ന് ഞാൻ തട്ടിക്കളഞ്ഞത് കണ്ണന്റെ അച്ഛനെയാണെന്ന്. കണ്ണന്റെ കാലിന്റെ സ്വാധീനം പോയതും എന്റെ ലോറി തട്ടിട്ടാണെന്ന് അവക്ക് പിടികിട്ടി. ഇതെങ്ങനെ സംഭവിച്ചോ? എനിക്കറിയത്തില്ല വാമേട്ടാ. എന്നിട്ട് എന്നെ അവൾക്ക് സംശയമുണ്ടോ? ആ കാണും. ആ രീതിയിലൊക്കെ അവള് സംസാരിച്ചു. ഓ എന്റെ ദൈവമേ, ഇനി ഇത് കേസാക്കുവോ? കേസാക്കോ വഴക്കാക്കോ ഒന്നും എനിക്കറിയത്തില്ല. അവൾ ഈ വിവരം കണ്ണനോട് ഇതുവരെയും പറഞ്ഞിട്ടില്ല. പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ നമ്മൾ കോടതി കയറി ഇറങ്ങേണ്ടി വരും. ഉറപ്പല്ലേ? ഈ മഹാലക്ഷ്മി വരുന്നതിന് മുമ്പ് അവൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്നത് അവന്റെ അച്ഛനെയാ. എന്നുവെച്ചാ അവന്റെ അമ്മ പോയതിനു ശേഷം അവനെ ഒക്കത്ത് വെച്ചുകൊണ്ട് നടക്കുകയായിരുന്നു വിശ്വനാഥൻ. അന്നത്തെ അവന്റെ കാര്യം തനിക്കറിയാവോ? ആ സംഭവത്തിന് ശേഷം വീൽ ചെയറിൽ ഇരുന്നു കൊണ്ട് പുറത്തിറങ്ങാൻ തുടങ്ങിയവൻ ഏതു ലോറി കണ്ടാലും പാറക്കല്ലെടുത്ത് എറിയുമായിരുന്നു. അവന് ലോറിയോട് അത്രയ്ക്ക് ദേഷ്യമായിരുന്നു. അത് ആ അനന്തുവിനോടും അവന്റെ കൂട്ടുകാരോടും ഒക്കെ ചോദിച്ചാൽ അറിയാം. അങ്ങനെയുള്ളവൻ നമ്മളാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചതെന്ന് അറിഞ്ഞാൽ തീർന്നു തന്നെ. എടോ, അങ്ങനെങ്ങാണം മഹാലക്ഷ്മി കണ്ണനോട് സത്യം പറഞ്ഞ എന്റെ പേര് പറയല്ലേ. എന്നെ പോലീസ് അറസ്റ്റ് ചെയ്യും, എനിക്ക് കോടതി കയറി ഇറങ്ങേണ്ടി വരികയൊക്കെ ചെയ്താ അറിയാതെ നാവിന്ന് പറഞ്ഞു പോവില്ലേ വാമേട്ടാ? അയ്യോ, അല്ലെങ്കിൽ പോലീസുകാർ എന്നെ കൊണ്ട് പറയില്ലേ? എടോ അത് സ്വാഭാവികമായി സംഭവിച്ച ഒരു ആക്സിഡന്റ്, അങ്ങനെ താൻ പറയാവൂ. നമ്മൾ തമ്മിൽ നേരത്തെ അടുപ്പമുണ്ടെന്ന് മഹാലക്ഷ്മിക്കും കണ്ണനും ഒക്കെ അറിയാം. എന്ന് വെച്ച് ഞാനാണ് അതിന്റെ പിന്നിലെന്ന് അവരറിയേണ്ട കാര്യമുണ്ടോ? അവൾക്ക് അങ്ങനെ ഒരു സംശയം ഉണ്ട് വാമേട്ടാ. ആ സംശയം താൻ ബലപ്പിക്കണ്ട. എന്റെ ദൈവമേ, ഇപ്പൊ വീഴ്ചയല്ല ഇരിപ്പ്. ആ തോമസ് വൈദ്യരുടെ വീട്ടിൽ പോയിട്ട് ഒരു മെച്ചവും ഇല്ല. ഇനി അതിന്റെ കൂടെ വീൽ ചെയറിൽ പോയി ജയിലിൽ കിടക്കണോടോ? എന്റെ പേരക്കുട്ടി പോയതിന്റെ പിന്നാലെയാ ഇപ്പോ ഇങ്ങനൊരു തിരിച്ചടിയോടെ ഉണ്ടായിരിക്കുന്നത്. കണ്ണന്റെ അച്ഛന്റെ കൊലയാളി ഞാനാണെന്ന സത്യം മനസ്സിലാക്കിക്കൊണ്ടാ അവള് നടക്കുന്നത്. അന്നത്തെ ആക്സിഡന്റിനെ കുറിച്ച് അവൾ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞ് എന്നെ വരട്ടുക. പക്ഷേ ഇന്നാണ് എല്ലാ സത്യങ്ങളും തുറന്നു പറയുന്നത്. ഈ സത്യങ്ങളൊക്കെ അവക്ക് മാത്രമല്ല അമ്മേട്ടാ, അവളുടെ അമ്മയ്ക്കും അറിയാം. അതുകൊണ്ട് ഇനി മോഹിനിയുടെ മുമ്പിലും ഞാൻ പഞ്ചവച്ച് അടക്കി നിന്നേ പറ്റൂ. നിൽക്കണോടോ? അമ്മയുടെ മോളുടെ മുമ്പില് താൻ തല താഴ്ത്തി തന്നെ നിൽക്കണം. അല്ലെങ്കിലേ ഇനിയുള്ള കാലം മുഴുവൻ നമ്മൾ അകത്തായിരിക്കും. അത് മറക്കണ്ട. അവളെ ഒന്ന് അവിടെ പോയി കാണാൻ പറ്റില്ലല്ലോ മോളെ. അമ്മ പോണ്ട. പോയാല് കരുണയുടെ മുത്തശ്ശിയുടെ വായിരിക്കുന്നൊക്കെ കേൾക്കേണ്ടി വരും. നമ്മളാരും ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ അമ്മേ. പിന്നെന്തിനാ അവരുടെ വായിരിക്കുന്നൊക്കെ കേൾക്കുന്നത്? കരുണയുടെ അച്ഛന്റെ സംസാരം സഹിക്കാൻ പറ്റാത്തോണ്ടാ പറയണ്ടെന്ന് കരുതിയ കാര്യങ്ങൾ പോലും പറയേണ്ടി വന്നത്. മോള് ഓഫീസിലേക്കാണോ പോന്നേ? എനിക്കിന്ന് അമ്പലത്തിലൊന്ന് പോണം. മനസ്സിന് നല്ല സുഖമില്ല. കരുണ എന്നെ തല്ലാനും കൊല്ലാനും ഒക്കെ നടക്കുക. എങ്കിലും അവൾക്ക് കുഞ്ഞു പോയതില് എനിക്ക് നല്ല സങ്കടമുണ്ടമ്മേ.
അതുപോലെ തന്നെ ആ സ്വാമി അമ്മയുടെ പിറന്നാൾ ദിവസം എന്തിനാ വന്നേന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. അമ്പലത്തിലെ അമ്മ പറഞ്ഞു വിട്ടതാന്നൊക്കെയാ പറഞ്ഞത്. അത് സത്യാണോന്നറിയില്ല. സത്യം ഉണ്ടാവും മോളെ. അല്ലെങ്കിൽ വിഷം കലർത്തിയ പായസം മോള് കുടിക്കില്ലായിരുന്നോ? എനിക്കും അങ്ങനെയാ തോന്നുന്നേ. ഏതായാലും ഒന്ന് തൊഴുതിറങ്ങുമ്പോ ആ അമ്മയെ കാണാൻ പറ്റണേന്ന എന്റെ പ്രാർത്ഥന. എനിക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ പറ്റിയേക്കും. മോള് സൂക്ഷിക്കണം. കുഞ്ഞിനെ നഷ്ടപ്പെട്ടതുകൊണ്ട് കരുണയുടെ അച്ഛനും മുത്തശ്ശിയൊക്കെ മോളെ ഇനി എന്തും ചെയ്യും. ചെയ്യുന്നെങ്കിൽ ചെയ്യട്ടമ്മേ. അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുന്നവർക്കൊക്കെ തിരിച്ചടി കിട്ടുന്നുണ്ടല്ലോ. ഞാൻ പോയിട്ട് വരാമേ. പിന്നെ കരുണയെ അവളുടെ അച്ഛനും മുത്തശ്ശിയൊക്കെ വന്ന് എന്ത് വഴക്കുണ്ടാക്കിയാലും അമ്മ തിരിച്ച് മറുപടി കൊടുക്കണം. മിണ്ടാതൊന്നും നിൽക്കരുത്. ഞാൻ പോയിട്ട് വരാം. മോളുടെ മുഖത്ത് നല്ല വിഷമമുണ്ടല്ലോ. അനിയത്തിയുടെ കുഞ്ഞു പോയല്ലേ? അതെ, പോയമ്മേ. അതിനെന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നത്? തണുത്ത പായസം കുടിച്ച് അവളുടെ കുഞ്ഞു പോയി. എന്താ ഇങ്ങനെ അന്തം വിട്ട് നോക്കുന്നത്? ഞാൻ പറഞ്ഞത് സത്യമല്ലേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലമ്മേ. അമ്മ പറഞ്ഞു വിട്ടൊന്നും പറഞ്ഞ എന്റെ അമ്മയുടെ പിറന്നാൾ ദിവസം ഒരു സ്വാമി വീട്ടിലേക്ക് വന്നത്. പിന്നെന്താ സംഭവിച്ചത്? എന്റെ അനിയത്തി അവക്ക് കുടിക്കാനായിട്ട് ഫ്രിഡ്ജിൽ വെച്ചിരുന്ന പായസം ഞാൻ അദ്ദേഹത്തിന് കൊടുത്തു. അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടല്ലേ കൊടുത്തത്? അതെ. എന്നിട്ട് പിന്നെ എനിക്കും കണ്ണേട്ടനും കുടിക്കാനുള്ള പായസ ഞാൻ കൊണ്ടുപോയി ഫ്രിഡ്ജിൽ വെച്ചത്. അങ്ങനെ അത് തണുപ്പിക്കാൻ വെക്കേണ്ടത് ആവശ്യമായിരുന്നു മോളെ. അങ്ങനെ മോള് വെച്ചില്ലായിരുന്നെങ്കിൽ ഇപ്പൊ നമുക്ക് രണ്ടാൾക്കും ഇങ്ങനെ സംസാരിക്കാൻ പറ്റില്ലായിരുന്നു. മോളാ പായസം കുടിച്ചിരുന്നെങ്കിൽ മോൾ ഇപ്പൊ ജീവനോടെ കാണില്ലായിരുന്നെന്നാ ഞാൻ പറഞ്ഞത്. മോളെ കൊല്ലാൻ ആ പായസത്തിൽ വിഷം കലർത്തിയിട്ടുണ്ടായിരുന്നു മോളെ. അങ്ങനെ വിഷം കലർത്തിയവൾ തന്നെയാണ് ഇപ്പൊ പായസം കുടിച്ചിരിക്കുന്നത്. അവൾക്കാണ് കുഞ്ഞിനെ നഷ്ടപ്പെട്ടിരിക്കുന്നത്. കുഞ്ഞുങ്ങളെ സ്നേഹിക്കുകയും അവരെ നല്ല നിലയിൽ വളർത്തുകയും ചെയ്യുന്നവരാണ് അമ്മയാകേണ്ടത്. അല്ലാതുള്ളവരും ആകുന്നുണ്ട്. പക്ഷേ മോളുടെ അനിയത്തിയുണ്ടല്ലോ, അവളെ നമ്മൾ മനുഷ്യരുടെ കൂടെ കൂട്ടാൻ പോലും കൊള്ളില്ല. അങ്ങനെയുള്ളവൾക്ക് എന്തിനാ മോളെ ഒരു കുഞ്ഞ്? അപ്പോ എന്നെ രക്ഷിക്കാനായിട്ടാണ് ആ സ്വാമി വന്നത്? അങ്ങനെ മോളെ രക്ഷിക്കാനായിട്ട് ആരെല്ലാം വന്നിരിക്കുന്നു? ആരെയെല്ലാം ഈ അമ്പലത്തിലെ ദേവി പറഞ്ഞു വിട്ടിരിക്കുന്നു. ഇനി അതുണ്ടാവും മോളെ. മോളുടെ ജീവിതത്തിൽ മോള് പോലും വിചാരിക്കാത്ത സമയത്ത് പലതും സംഭവിക്കും. അതുകൊണ്ട് ഇനി കൂടുതൽ ചോദ്യങ്ങളൊന്നും ചോദിക്കാതെ ഭഗവതിയെ പോയി കാണാൻ നോക്ക്. അമ്മ മോളെ കാത്തിരിക്കുന്നു. ശരി അമ്മേ. മോളെ, അപ്പോഴേ അനിയത്തിയുടെ കുഞ്ഞു പോയതോർത്ത് മോള് വിഷമിക്കണ്ട. മോള് മോളുടെ കുഞ്ഞിനെ താലോലിക്കാനും തലോടാനും ഒക്കെ തയ്യാറായിരുന്നു. വൃശ്ചികത്തിലെ തൃക്കാർത്തികയുണ്ടല്ലോ, ആ ദിവസം
ഭഗവതിക്ക് ഒരു ചുറ്റുവിളക്ക് നേർന്നേക്ക്. അന്നത്തെ കാർത്തിക ദീപം ഉണ്ടല്ലോ, അത് പുറമേ മാത്രമല്ല മോളുടെ ഉള്ളിലും പ്രകാശിക്കും. അങ്ങനെയാ അമ്മ മനക്കണ്ണുകൊണ്ട് കാണുന്നത്. ശരി മോളെ. അല്ല, നന്നായി വേർത്തല്ലോ. തനിക്ക് ശീലമില്ലാത്ത പണിയല്ലേ ഇത്? ആദ്യമായിട്ടാ. എന്നാൽ ഇന്ന് നല്ല ശരീരവേദനയായിരിക്കും. സാരമില്ല, കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇതെല്ലാം ശരിയായിക്കോളും. ആ, എന്നാ ചെല്ല്. ചേട്ടാ, എന്താടാ? കുടിക്കാൻ കുറച്ച് വെള്ളം തരുമോ? ആ വാ. അതെ, വെയിൽ കൊണ്ട് ശരീരമൊക്കെ കറക്കണം. അതുപോലെ കയ്യിൽ തഴമ്പും വരണം. എന്നാലേ കട്ടിപ്പണി ചെയ്യാനൊക്കെ പറ്റൂ. സാരമില്ലേട്ടാ, ജീവിക്കാൻ മറ്റു മാർഗങ്ങളില്ലാതെ വരുമ്പോ ശരീരം എല്ലാത്തിനും വഴങ്ങിക്കോളും. നാളെയും പണിക്ക് വരണം. എടാ, ശരീരം വേനെന്നൊക്കെ പറഞ്ഞ് കിടന്നാലേ അങ്ങ് കിടന്നു പോത്തേ ഉള്ളൂ. വെള്ളം കുടിക്കേ. വിളിച്ചപ്പോഴേ തിരക്കിലാണെന്ന് പറഞ്ഞു ഫോൺ കട്ടിയതല്ലാതെ തിരിച്ചു വിളിച്ചില്ലല്ലോ. എവിടെയായിരുന്നു ഇത്രയും നേരം? അതൊന്നും ചോദിക്കണ്ട. ഇതങ്ങോട്ട് പിടിച്ചേ. ഇത് അത്യാവശ്യം അടുക്കള സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ. ആ, അടുപ്പ് പോകണ്ടേ?
അതെ ഒന്ന് നിന്നേ. ദാ ഇത് പിടിച്ചേ. ഇതെവിടുന്ന? അറിയാവുന്ന ചെറിയ ചെറിയ പണികൾ ചെയ്തു. 850 രൂപയും കിട്ടി. അത്യാവശ്യം കുക്ക് ചെയ്യാനുള്ള സാധനങ്ങൾ വാങ്ങിയതിനു ശേഷം ബാക്കി വന്ന തുകയത്. എന്താ എന്നെ ഇങ്ങനെ നോക്കുന്നേ? സാഗരേട്ടന് നല്ല ക്ഷീണമുണ്ടല്ലോ. മേലനങ്ങിയുള്ള പണിയാണോ ചെയ്തേ? മേലനങ്ങാതെ പണി ചെയ്യാൻ ബുദ്ധിമുട്ടല്ലേ മഞ്ജു? എന്നാലും കട്ടിപ്പണി വല്ലതും ആയിരുന്നു സാഗരേട്ടാ? അത്രയ്ക്ക് കട്ടിയൊന്നും ആയിരുന്നില്ല. എന്നാ നിസ്സാരമാണെന്ന് പറയാനും പറ്റില്ല.